നമസ്കാരം. നമ്മുടെ ഒലിവിയ ഡിസൈൻസിൻ്റെ പ്രശ്നം ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ ഇന്നലെ അതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ മെനഞ്ഞാന്ന് തൊട്ട് അതിൻ്റെ വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാന്യമായിട്ടുള്ള സംശയങ്ങൾ, കമൻറ്റുകൾ പറയാം, അതിന് മറുപടി ഇതാവുന്നു. ഞാൻ ഈ വിഷയം സത്യം പറഞ്ഞാൽ തുടക്കത്തിൽ ഞാൻ ഈ വിഷയം അറിയുന്നത് തന്നെ, ഒലിവിയ ഡിസൈൻസിൻ്റെ ഈ പ്രശ്നം അറിയുന്നത് തന്നെ അതിലും കൈസും ചെയ്ത വീഡിയോ കണ്ടിട്ടാണ്. പിന്നെ അതിനുശേഷമാണ് ഞാൻ കൺമണിയുടെ വീഡിയോ കാണുന്നത് തന്നെ. അപ്പോൾ തുടക്കം തൊഴിൽ ഈ മാറ്റർ എല്ലാം കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് അതിൽ. അങ്ങനെ അപ്പോൾ ആ തുടക്കം മുതൽ ആ വീഡിയോ എല്ലാം കണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇന്നലെയും മെനഞ്ഞാന്നും കൂടിയായിട്ട് അതുലിൻ്റെ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കതങ്ങോട്ട് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ആ വീഡിയോയെ സംബന്ധിച്ച് എനിക്ക് വന്ന കുറച്ച് സംശയങ്ങളാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അതുലിൻ്റെ തന്നെ കുറച്ച് വീഡിയോസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൽ ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. അതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാം. കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ സംശയങ്ങൾ ചോദിക്കാം. ഈ പറയുന്ന അവിടെ നിന്ന് പൈസയും ഫോണും കിട്ടാനുള്ള പെൺകുട്ടികളുമായിട്ട് അതിൽ എന്റെ കോണ്ടാക്ട്സിലുള്ള ഒരു കുട്ടിയെ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ച്, ആ കുട്ടി എൻ്റെ അടുത്ത് സംസാരിച്ച്, അവളുടെ സഹോദരനും എൻ്റെ അടുത്ത് സംസാരിച്ച്. ഞാനപ്പോൾ ആ പയ്യന്റെ അടുത്തായാലും ഈ പറയുന്ന കുട്ടിയുടെ അടുത്തായാലും ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രോ ഇത് യൂട്യൂബേഴ്സിന് കണ്ടന്റാണ്. യൂട്യൂബേഴ്സ് ഡെയിലി വീഡിയോ ഇട്ടിട്ട് കണ്ടന്റ് ഉണ്ടാക്കുകയാണ്. എനിക്ക് അങ്ങനെ താല്പര്യമില്ല. ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ചെയ്യുക, അത് സോൾവ് ചെയ്തിട്ട് സോർട്ട് ഔട്ട് ചെയ്തിട്ട് നമ്മൾ അടുത്ത് മൂവ് ഓൺ ആവുക. അതാണ് എനിക്ക്. ഒലിവിയ ഡിസൈൻസിന്റെ പ്രശ്നങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തേക്കുന്നത് അതിലാണ് അല്ലേ. ഒരു 3 ആഴ്ച ആയിട്ട് അതിൻ്റെ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ നൈറ്റ് നോക്കിയപ്പോൾ വീഡിയോ ഉണ്ടായിരുന്നു. ഒരു 10-20-25 വീഡിയോ എങ്കിലും അതിൻ്റെ പേജിലുണ്ടാവും ഇല്ലേ. ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിരിക്കുന്നത് അതിലാണ്. ബാക്കിയുള്ള യൂട്യൂബേഴ്സൊക്കെ ചെയ്തിട്ടുണ്ടില്ല എന്നല്ല, എത്ര വീഡിയോ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാരാ ശരിക്കും കണ്ടൻറ്റായിട്ട് എടുത്തത്? ഇത്രയും വീഡിയോ ചെയ്ത് കൂടെ നിന്ന് ഇതാക്കിയത് കണ്ടൻറ്റായിട്ട് എടുത്തിട്ട് ഈ 3 ആഴ്ചയോളം ഓടിച്ചതാരാണ്? അപ്പോൾ അതിനെ ബാക്കിയുള്ള യൂട്യൂബേഴ്സ് കണ്ടൻറ്റാക്കി എടുത്തു, അതിൽ മാത്രം ഇതിനെ മറ്റെന്തോ വിഷയമായിട്ടെടുത്തു എന്ന് മാത്രം പറയരുത്. എല്ലാവർക്കും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും കണ്ടൻറ്റ് ഉണ്ട്. കണ്ടൻറ്റ് തന്നെയാണ് അവർ മെയിനായിട്ട് നോക്കുന്നത്. അതിൻ്റെ കൂടെ ഇതുപോലെ നമുക്ക് നമ്മുടെ കണ്ടൻറ്റിലൂടെ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം സമൂഹത്തിന് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. ബാക്കി കാണാം. ആ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ലാതെ ഡെയിലി രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്ന് ലൈവ് ഇട്ടിരുന്ന് കണ്ടന്റ് ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഞാൻ ആ പയ്യന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ പെൺകുട്ടിയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത് പറഞ്ഞിട്ട് ഞാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു വേറെ യൂട്യൂബേഴ്സിന്റെ അടുത്തൊന്നും പറയണ്ട. കാരണം ഓരോരുത്തരുടെ സ്വഭാവം എനിക്ക് അറിയാം. എനിക്ക് നന്നായിട്ട് പലരെ അറിയാന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വേറെ യൂട്യൂബേഴ്സിന്റെ അടുത്തൊന്നും പറയണ്ട, ഞാൻ ഈ പ്രശ്നം പരിഹരിച്ച് തരും. അപ്പോൾ ഞാൻ ഇന്നലെ അവിടെ പോയിട്ട് തരും. അവർക്കും കേടില്ല, നമുക്കും കേടില്ല, ആർക്കും കേടില്ലാത്ത രീതിയിൽ ആ പ്രശ്നം സോൾവ് ചെയ്യാനാണ് ഞാൻ പോയത്. ഇതിപ്പോ ഞാൻ ഒരു കാര്യം പറയാം, വേറെ ഒരു യൂട്യൂബേഴ്സും അറിയണ്ട, അതിൽ ഫിവി മാത്രം അറിഞ്ഞാൽ മതി. വേറെ യൂട്യൂബേഴ്സ് ഒന്നും അറിയരുത്. കാരണം അവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുമല്ലോ അല്ലേ. ശരിക്കും യൂട്യൂബേഴ്സും ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാമിലെ വീഡിയോസും ഒക്കെ കൊണ്ടല്ലേ ഇത് ഇത്രത്തോളം പുറത്തറിഞ്ഞതും ഇത് ഈ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നതും. അപ്പോൾ പിന്നെ യൂട്യൂബേഴ്സ് അറിയരുത്, ശരിയാണ്, അറിയാതെയാണ് ചെയ്യണം, മുമ്പോട്ട് പോകേണ്ടത്, ശരിയാണ്. അതിൽ ആ പറഞ്ഞത് ശരിയാണ് കേട്ടോ. അതെ, ആർക്കും കേടില്ലാതെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് അതിൽ ശ്രമിച്ചത്, ശരിയാണ്, സമ്മതിക്കുന്നു. ആർക്കും കേടില്ലാത്ത രീതിയിൽ ആ പ്രശ്നം സോൾവ് ചെയ്യാനാണ് ഞാൻ പോയത്. ഇതിപ്പോ ഞാൻ ഒരു കാര്യം പറയാം, അവരുടെ സ്ഥാപനം ഇനി അവർ ബിസിനസ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ പൂട്ടി കെട്ടണം എന്നുള്ള രീതി എന്ന മൈൻഡ് സെറ്റ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയില്ല അതെന്താണെന്ന്. കാരണം എനിക്ക് ഒട്ടുമായിട്ട് എനിക്ക് നല്ല ദേഷ്യമുണ്ട്. സീരിയസ്ലി ഞാൻ ഒരു കാര്യം ഞാൻ ഇപ്പൊ ഈ അതിൽ പറഞ്ഞതിന് മറുപടി ഞാൻ പറയുന്നില്ല. അതിന്റെ തന്നെ വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം, എന്ന് കണ്ടു നോക്കണേ. ഈ പറഞ്ഞതിന് തെളിവുകൾ അടക്കം കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആയിരിക്കും. അപ്പൊ ഈ വോയിസ് കാര്യങ്ങൾ ഈ വ്യക്തി ഇവർക്ക് അയച്ചിട്ടുള്ള നല്ല പഞ്ചാര വർത്തമാനങ്ങളുള്ള വോയിസുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. അതായത് ഇവര് നേരത്തെ ജോലി ചെയ്ത ഒരു കുട്ടിയാണ്. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷം അവരുടെ കയ്യിലില്ല. അവര് ഈ പറയുന്ന പോലെ ഇങ്ങനെ ഡിലീറ്റ് ഫോർ എവരിവൺ കൊടുക്കുമെന്നാണ് ഈ കുട്ടി പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ആ വോയിസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ. പിന്നെ അതൊക്കെ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അയക്കുക എന്ന് എനിക്ക് വേറൊരു രീതിയിൽ പറയാനുള്ളൂ. ആരെങ്കിലും കയ്യിൽ ഇതുപോലത്തെ വോയിസോ കാര്യങ്ങളോ ഇങ്ങനെ മോശമായി പെരുമാറി എന്തെങ്കിലും വോയിസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അയക്കുക. കാരണം ഇങ്ങനെ ഒരു രീതിയിലാണ് ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നതെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനം നമ്മുടെ കേരളത്തിന് ആവശ്യമില്ല. മനസ്സിലായ? മാന്യമായി നടത്താൻ പറ്റുന്ന സ്ഥാപനമാണെങ്കിൽ ഓക്കെയാണ്. പിന്നെ ഈ പറയുന്ന ഈ ഒരു വോയിസ് കേട്ടിട്ടും ആ സ്ഥാപനം പൂട്ടിക്കണം എന്നുള്ളൊരു ഇന്റൻഷനോടുകൂടി വീഡിയോ ചെയ്തത് ആരാണ്? ബാക്കിയുള്ള യൂട്യൂബേഴ്സാ?
ബാക്കിയുള്ള യൂട്യൂബേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനം പൂട്ടിക്കാൻ ബാക്കിയുള്ള യൂട്യൂബേഴ്സ് സ്ഥാപനം പൂട്ടിക്കണമെന്നുള്ള മൈൻഡ് സെറ്റിലാണ് വീഡിയോസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആരും അറിയണ്ട ഈ സ്ഥാപനം പൂട്ടിക്കണമെന്ന് ആർക്കാണ് ഇത്ര മൈൻഡ് എന്നൊക്കെയാണ് അതിൽ ചോദിച്ചത്. അതിനുള്ള മറുപടി ഞാൻ ഇപ്പോൾ ഈ പ്ലേ ചെയ്ത അതിലിൻ്റെ വീഡിയോ, ഇതിന് മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. ബാക്കി നമുക്ക് കേൾക്കാം, ബാക്കി കേട്ട് നോക്കാം. എനിക്കറിയില്ല അതെന്താണെന്ന്, കാരണം എനിക്ക് ഒട്ടും എനിക്ക് നല്ല ദേഷ്യമുണ്ട്. സീരിയസ്ലി ഞാൻ ഒരു കാര്യം പറയാം, ആ വീട്ടിൽ കയറി പോയപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മകനെ കണ്ടപ്പോ. ഞാൻ ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, അത് ഓപ്പൺ ആയിട്ട് പറയാം, അത് പറയാൻ തെറ്റുണ്ടാ? വളരെ മെച്ചപ്പെട്ട രീതിയിൽ ജീവിത നിലവാരം പുലർത്തുന്ന ആ കുട്ടിയെ കണ്ടപ്പോൾ അതിൽ സങ്കടം സഹിക്കാൻ വയ്യ എന്നാണ് പറഞ്ഞ. സങ്കടം വന്നു തോന്നുന്നു. ആ കുട്ടിയുടെ ജീവിത നിലവാരം ഇപ്പോൾ ഒരുവിധം നമ്മുടെ ബാക്കിയുള്ള ഇതേത് ഒലിവിയയിൽ ജോലി ചെയ്യുന്ന കുട്ടികളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ജീവിത നിലവാരം വളരെ മികച്ചതാണ്. ആ കുട്ടിയെ കണ്ടിട്ട് അതുലിന് സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പാലക്കാട് നിന്നും ഇടുക്കിയിൽ നിന്നുമൊക്കെ ഈ ഒരു സാലറിക്ക് വന്ന് ഇവിടെ ജോലിക്ക് നിൽക്കുന്നത് അതൊന്നും മോശപ്പെട്ട രീതിയിൽ അവരുടെ ജീവിത നിലവാരം ആയതുകൊണ്ടാണ്. സാമ്പത്തികമായിട്ട് അത്രയും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അവർ ഇങ്ങനൊരു അവസ്ഥയിൽ ഇവിടെ വന്ന് ജോലിക്ക് നിൽക്കേണ്ടി വന്നത്. അതും ഏതൊക്കെയോ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ് അല്ലേ? അപ്പോൾ നമ്മൾ ആർക്കാണ് പ്രിയോറിറ്റി കൊടുക്കേണ്ടത്? നമ്മൾ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്? ആരെ കണ്ടിട്ടാണ് നമുക്ക് സങ്കടം വരേണ്ടത്? അപ്പോൾ ബാക്കി കൂടെ കാണാം നമുക്ക്. എന്നും ഒരാളെ വന്നിരുന്ന് വലിച്ചു കീറി നാറാണത്താക്കിയിട്ട് തൊലച്ച് കുളം തോണ്ടി കുടുംബവും കുളം തോണ്ടിയിട്ട് പോകാൻ എന്നെ കിട്ടത്തില്ല. ഇതിന്റെ പേരിൽ ഞാൻ സിബിയുടെ ആളെന്ന് അച്ചുവിന്റെ ആളെന്ന് അവരൊന്ന് പൈസ വാങ്ങിയെന്ന നക്കിയെന്ന് എന്താ തേങ്ങ എന്ന് വെച്ചാൽ പറയാം, എനിക്കൊന്നും പറയാനില്ല. സിബിയുടെ പൈസ മേടിച്ചു അച്ചുവിൻ്റെ ആള് ഇതൊന്നും പറയുന്നില്ല. പക്ഷേ അതിൽ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ അപേക്ഷിച്ചിട്ട് മുമ്പ് അതൊരു ചെയ്ത വീഡിയോ എല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരാൾ എന്നുള്ളതിലേക്ക് ഒരു സബ്സ്ക്രൈബർ, ഞാൻ ഇപ്പോൾ സബ്സ്ക്രൈബർ അല്ല, ഞാൻ ഇന്നലെ അൺസബ്സ്ക്രൈബ് ചെയ്തു, അത് ഞാനിപ്പോൾ പറയട്ടെ. സബ്സ്ക്രൈബർ ആയിരുന്നു, വിവിയെയും അതുലിനെയും ഞാൻ ഇന്നലെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരുടെയും ഞാൻ സബ്സ്ക്രൈബർ ആയിരുന്നു ഈ വീഡിയോസൊക്കെ ഞാൻ കാണുന്ന സമയത്ത്. അത്രയും വീഡിയോ കണ്ടത് അപേക്ഷിച്ചിട്ട് ഇന്നലെയും മെനിഞ്ഞാന്നുമായിട്ടുള്ള അതുലിന്റെ വീഡിയോ കാണുമ്പോൾ കണ്ടിരിക്കണ അതിന് വേണ്ടേ എല്ലാം പരിഹരിക്കാന്ന് പറഞ്ഞിട്ട് കാര്യം ചോദിക്കട്ടെ. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോ ഈ ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തിൽ എന്തോ പ്രശ്നം ഉണ്ടാക്കി, ഇതുപോലെ എന്തോ എനിക്ക് കിട്ടാനുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വന്ന് വലിയ വിഷയം ഉണ്ടാക്കി കേസും കൊടുത്ത് നിങ്ങളങ്ങ് പെടുത്താൻ വേണ്ടി നോക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നും? എന്റെ അടുത്ത് ദേഷ്യവും വൈരാഗ്യമല്ല തോന്നും. പകരം ഞാൻ അത് സോൾവ് ചെയ്തിട്ട് ആർക്കും പ്രശ്നമില്ലാതെ ആ കേസ് ക്ലോസ് ചെയ്യാൻ ചെയ്താൽ എന്ത് ചെയ്യും? നിങ്ങൾക്കും അത് വലിയ പ്രശ്നമില്ല, അങ്ങനെ അങ്ങ് തീരണമെങ്കിൽ തീരട്ടെ എന്നോ നിങ്ങൾ എനിക്ക് തരാനുള്ള പൈസ തരും. ശരിയാണ് ഈ പറഞ്ഞത്, അത് ഈ പറഞ്ഞത് ശരിയാണ്. അതുപോലെ പ്രശ്നം സോൾവ് ചെയ്ത് പോകാമായിരുന്നു. ഈ പ്രശ്നം ആർക്ക് സോൾവ് ചെയ്യാമായിരുന്നു? ഈ പറഞ്ഞ അച്ഛനും സിബിക്കും സോൾവ് ചെയ്യാമായിരുന്നു. ഈ പ്രശ്നത്തിന്റെ എല്ലാം തുടക്കത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഇങ്ങനെ ഈ തിരി കത്തി തുടങ്ങിയില്ലേ, ആ സമയത്ത് ഇവർക്കിത് സോൾവ് ചെയ്ത് വിട്ടുവിടായിരുന്നു. അന്നേരം വന്നിരുന്നിട്ട് വല്ലാണ്ട് അങ്ങ് വൈറ്റ് വാഷ് അടിച്ചു. എൻ്റെ സിബിച്ചൻ അങ്ങനെയല്ല, എൻ്റെ സിബിച്ചൻ ഇങ്ങനെയല്ല, എൻ്റെ സിബിച്ചൻ അങ്ങനെയൊന്നും അതാക്കിയിട്ടില്ല, ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു. യൂട്യൂബേഴ്സ് ഞങ്ങൾക്ക് പുല്ലാണേ, സാറും മാഡവും ഞങ്ങളുടെ ചങ്കാണേന്നും പറഞ്ഞ് പിള്ളേരെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചൊക്കെ ഈ പ്രശ്നം ഇത്രത്തോളം എത്തിച്ചതാരാണ്? ഈ പറഞ്ഞ കുട്ടികളോ യൂട്യൂബേഴ്സോ ഒന്നും അല്ല, ഇവർ തന്നെയാണ് അല്ലേ? ഈ അതുൽ തന്നെ സിബിയുടെ മറ്റേ വീഡിയോ കഴപ്പത്തരങ്ങളെന്നും പറഞ്ഞിട്ട് എന്തോരം പെങ്കൊച്ചുങ്ങളുടെ വോയിസിനോട് അതുൽ കേൾപ്പിച്ചത് അല്ലേ? അപ്പം ഈ പ്രശ്നം ആരാ ഇത്രത്തോളം എത്തിച്ചത്? ആരാ സത്യത്തിൽ അവരെ തകർക്കാൻ നോക്കുന്നത്? ബാക്കി കൂടെ കാണാം നമുക്ക്. കിട്ടട്ടെ, അവർക്കും അതാണ് താല്പര്യം. വീണ്ടും സത്യോടെ എടാ അവരെ ദ്രോഹിക്കണതിനൊരു കൈ കണക്കും വേണ്ടടേ, മനുഷ്യത്വം വേണ്ടടേ. കുറെ ആയില്ലേ ഇത് കണ്ടന്റ് ഇതൊന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് ഉണ്ടാക്കുന്നു. എന്തിനാണ് ആ കുടുംബത്തിനെ വലിച്ചു കയറി തൊലയ്ക്കണോ? എനക്കൊക്കെ അവരെല്ലാം കൂടി നാറാണത്താകെ ആത്മഹത്യ വല്ലതും ചെയ്യണോ? അവർക്ക് ജീവിക്കണ്ടേ? ഇനി പറ്റിയ തെറ്റുകളെ എന്തൊക്കെ തേങ്ങയുണ്ടെങ്കിൽ തിരുത്തിയിട്ട് മുന്നോട്ട് വരാനാണ് നോക്കണം. തെറ്റു പറ്റാത്ത ആരാളാ ലോകത്തുള്ള? കമന്റ് ചെയ്യണം, നാളുകളെടുത്താണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അതിൽ ചെയ്ത പഴയ കുറച്ച് വീഡിയോസിൽ, ഒരുപാടൊന്നുമില്ല, കുറച്ചൊന്ന് ക്ലിപ്പുകൾ കണ്ടിട്ട് എനിക്ക് അതൊന്നും കൂടി കുറച്ച് ഡൗട്ടുണ്ട്. ഞാൻ അതുകൂടി ഒന്ന് ചോദിക്കാം, എന്നിട്ട് നമുക്ക് നിർത്താം. സിബിയണ്ണൻ, ഒലിവിയയിലെ സിബിയണ്ണന്റെ നല്ല ഒന്നാം തരം കളി. ക്യാമറ ഇല്ലാതെ
ഈ പറയുന്ന ഒലിവിയ ഡിസൈൻസിൽ ഇപ്പോഴല്ല, കുറച്ച് വർഷം മുന്നേ ഉള്ള കേസാണ്. അണ്ണ ഇരിക്കുന്ന സ്ഥലത്ത് അണ്ണൻ ക്യാമറ വയ്ക്കില്ല. അവിടെയാണ് ഈ പെമ്പിള്ളാരെ വിളിച്ചു വരുത്തിയിട്ട് ഇവന്റെ ഈ പെരുമാറ്റവും ഇവന്റെ ഈ ലീലാവിലാസങ്ങളും ഈ പേക്കൂത്തുകളും ഒക്കെ കാണിക്കുന്നത്. എന്തായാലും അണ്ണ തെറ്റി. അണ്ണ ഇനി ഇവിടെ എന്തൊക്കെ കാണിച്ചാലും അണ്ണന്റെ ഒരു കളി നടക്കാൻ പോകുന്നില്ല. പെമ്പിള്ളാരെല്ലാം മുന്നോട്ടാണ്, നല്ല ധൈര്യപൂർവ്വം. ധൈര്യപൂർവ്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം ധൈര്യത്തോടാണ്. നിങ്ങളെ കാണിച്ചു കൂട്ടിയ നാറിത്തനങ്ങൾക്കെല്ലാം പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട്. പിള്ളേരും കുറച്ചു കാലം മുന്നേയൊക്കെ വന്ന് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഗതികേട് കൊണ്ട് ജോലി ചെയ്തവരുണ്ട്. നിങ്ങൾ അവരെയൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായ? എന്തായാലും അവരിപ്പോ ധൈര്യപൂർവ്വം വന്നിട്ടുണ്ട്. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു പെൺകുട്ടികൾക്കും ഇതുപോലത്തെ ഒരു ഓഞ്ഞ സ്ഥാപനത്തിൽ നിന്നും ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല. നിങ്ങളെ എട്ടപ്പാട് തീർക്കാനായിട്ടാണ് പിള്ളേരങ്ങ് ഇറങ്ങിയിട്ടുള്ളത്. നിങ്ങൾ ഫുള്ള് കാണണം. ഫുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി പറയുന്ന വോയിസ് മൊത്തം നിങ്ങൾ കേട്ടിരിക്കണം. ഞാൻ സത്യമുള്ള കാര്യമാണ് പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. മനസ്സിലായി? ഷെയർ ചെയ്യണം, മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കണം. കാരണം ഇത് ഇവന്റെ ലോക നാർത്തനമാണ് ഈ കുട്ടി വിളിച്ച് പറയുന്നത്. ഇവൻ എങ്ങനെയാണ് പെൺപിള്ളേരുടെ അടുത്ത് അവിടെ പെരുമാറിയതെന്നും ഇവൻ എങ്ങനെയാണ് പെൺപിള്ളേരെ കണ്ടിരുന്നെന്നും ഈ കുട്ടി വളരെ വളരെ വിശദമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വോയിസ് മൊത്തം കേൾക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇത് ഇവൻ ഒരു പെണ്ണിന്റെ അടുത്ത് ഇവൻ പെണ്ണെന്ന് കാണുമ്പോൾ അവൻ മുങ്ങണം, തിരിഞ്ഞ് മുഖത്തോക്കല്ല. ആ രീതിയിൽ ഇവനെ എത്തിക്കും. കാരണം എടാ നിസ്സായ അവസ്ഥയിൽ വന്ന ഓരോ വീഡിയോ കാണുന്ന മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം. ഷെയർ ചെയ്ത് ബാക്കിയുള്ളവരെ കൂടെ ഇത് അറിയിക്കണം. കാരണം അമ്മാതിരി ഒരു നാറിയാണ് ഇവൻ എന്നും പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത അതിലാണ് ഇപ്പോൾ വന്നിരുന്ന് ചോദിക്കുന്നത്. ഇവരെ കൊണ്ട് ആത്മഹത്യ ചെയ്യിക്കണോ? ഒരു കുടുംബത്തിനെ താറഴിച്ച് കാണിക്കണോ? ഈ കുടുംബത്തിന് എങ്ങനെ താറഴിച്ച് കാണിച്ചിട്ട് അവർ ആത്മഹത്യ ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നേരെ ഉൾട്ടായിരിക്കുന്നത്. മാക്സിമം എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യണം. ഇവൻ്റെ നാറത്തരം എല്ലാവരും അറിയണമെന്നും പറഞ്ഞിട്ട് അതിൽ ചെയ്ത വീഡിയോ ആണിത്. ഇത് ഞാൻ AI വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്ത വീഡിയോ ഒന്നുമല്ല, അതിൽ തന്നെ വീഡിയോ ആണ്, കണ്ടറിയാമല്ലോ അല്ലേ. അതുപോലെ ഇമാതിരി നാറി ഒരുത്തനാണെന്ന് അറിയാം. പിന്നെ അവൻ്റെ കുടുംബം തകരുന്നതിനെ കുറിച്ചിട്ട് അതുലിന് എന്താണ് ഇത്ര വ്യാകുലത? ബാക്കി പെൺകുട്ടികളെ കുറിച്ചില്ലാത്ത ആകുലത ഈ ഇമാതിരി ഒരു നാറിയുടെ കുടുംബം തകരുമ്പോൾ എന്തിനാണ് വരുന്ന അതുലിന്? മനസ്സിലാവുന്നില്ല എനിക്ക്. അല്ലെങ്കിൽ തന്നെ ഇയാളുടെ എല്ലാ പെൺകുട്ടികളുടെ വോയിസ് നോട്ട് ഉൾപ്പെടെ എല്ലാം വെച്ചിട്ട് ഇയാൾക്കെതിരെ വീഡിയോ ഇത് ഇത്രയും ചെയ്ത അതിലാണ്. എന്നിട്ട് ബാക്കി യൂട്യൂബേഴ്സിനോട് ചോദിക്കുകയാണ് നിങ്ങൾ അയാൾ ആത്മഹത്യ ചെയ്യിക്കണോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട്. അതിലെന്ത് ന്യായമാണുള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതിലെ അടുത്ത് ബാക്കിയൂടെ കേൾക്കണേ. പെണ്ണിനെ നീ ചെയ്ത പരിപാടി പുറം ലോകം അറിയും തിബിയണ്ണ കേട്ടാ. എന്നെ വിളിച്ചിടന്ന് മെഴുകിയല്ലോ, അതിലോട്ട് ഞാൻ ലാസ്റ്റ് വരാം. ബാക്കി ഒരു ഷോപ്പിന്റെ കേസാണ് പറഞ്ഞത് 2 വർഷം മുന്നേ ഉള്ള. അപ്പൊ ഷോപ്പിലാണ് ക്യാമറ വെച്ചിട്ടുണ്ട്. പക്ഷെ അണ്ണ ഇരിക്കുന്ന സ്ഥലത്ത് അണ്ണൻ ക്യാമറ വയ്ക്കില്ല. എന്താ? അവിടെയാണ് പെമ്പിള്ളാരെ വിളിച്ചു വരുത്തിയിട്ട് അണ്ണന്റെ ഈ പരിപാടികൾ അണ്ണൻ കാട്ടി കൂട്ടുന്നത്. എന്തായാലും അണ്ണന്റെ ഭാര്യയില്ലേ അച്ചുമ്മ ഈ സാധനം ഒന്ന് കേൾക്കണം. നിങ്ങളുടെ ഭർത്താവിന്റെ ലീലാവിലാസങ്ങളാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കേസ് ഭർത്താവിന് മെഡൽ കിട്ടിയ കാര്യമൊന്നുമല്ല. ഭർത്താവ് മറ്റേ പെമ്പിള്ളാരോട് ചെറ്റത്തരം കാണിക്കുന്നത് ആണ് അതിൽ പറയുന്നത്. അത് അച്ചുമ്മ കേൾക്കണമെന്നും പറഞ്ഞിട്ട് പറയാണ്. ഇതിപ്പോൾ സത്യത്തിൽ അവർ കുടുംബം കലക്കാനുള്ളതെല്ലാം ചെയ്തു വെച്ചത് അതുലാണ് അല്ലേ. എന്നിട്ട് അതുലിൻ്റെ ഇന്നലത്തെ വിനയത്തേക്ക് വീഡിയോ എടുത്ത് കണ്ടാലും മനസ്സിലാവും. അവരുടെ കുടുംബം കലക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? അവരെ കുടുംബം കലക്കണോ, അവരെ ആത്മഹത്യ ചെയ്യിക്കണോ എന്ന് പറഞ്ഞാൽ അതിൽ വന്നിരുന്നിട്ടങ്ങ് ഭയങ്കരമായിട്ടങ്ങ് രോഷം കൊള്ളുകയാണ് അതിൽ. അങ്ങ് സത്യം പറഞ്ഞാൽ ഈ പെൺകുട്ടിയൊക്കെ വേണ്ടി വീഡിയോ ചെയ്തപ്പോൾ പോലും അതിൽ രോഷം കൊണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത്ര പവറിൽ കൊണ്ടിട്ടില്ല. അങ്ങ് കത്തി കയറുകയാണ് അതിലങ്ങ് അല്ലേ. ബാക്കി കാണണേ. ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കേസ് ഈ പെമ്പിള്ളാരെ ഞാൻ ഇനി എവിടെ നിന്നെങ്കിലും ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ എന്റെ മോനെ ഞാൻ പിടിച്ച് പിഴി. സത്യം ഞാൻ ഉള്ള കാര്യം പറയാം. പെമ്പിള്ളാർ ഒരുപാട് പേരെ എൻ്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്തു. ഇതിൽ ഒരുപാട് പേര് പറയാൻ അവർക്ക് പേടിയുള്ള കേസുകളുണ്ട്. മനസ്സിലായ? അതുകൊണ്ട് എന്റെ പൊന്നണ്ണ നിങ്ങളുടെ ഇടപാടാണ് ഈ പൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പിള്ളേരെല്ലാം രംഗത്താ. അപ്പോ ഇനി നിങ്ങൾ കാര്യം കേൾക്കുക. ഈ കുട്ടിയുടെ അടുത്ത് ഈ പറയുന്ന സിബി അണ്ണൻ നല്ല പെരുമാറ്റമാണ് പെരുമാറിയിട്ടുള്ളത്. കേൾക്കുക. പിന്നെ ഹോസ്റ്റലിൽ പോയി കാണിക്കുന്ന വേക്കൂത്തുകൾ എല്ലാം ഈ കുട്ടി പറയുന്നുണ്ട്. കേൾക്കണം. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം. ഇനി ഇവൻ ഇങ്ങനെ കാണിക്കാൻ പാടില്ല. നിങ്ങൾ അച്ചുമ്മ ഈ സാധനം ഒന്ന് കേൾക്കണം. അപ്പോഴും പറയരുത് അയ്യോ എന്റെ ഭർത്താവിനെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ചുമ്മാ പറയുന്നതാണെന്നൊന്നും പറയരുത്. ദയവ് ചെയ്ത് സ്വന്തം ഭർത്താവിന്റെ ലീലാവിലാസങ്ങൾ ഭാര്യയും കൂടി ഒന്ന് അറിഞ്ഞിരിക്കും. ആ ലക്ഷ്യം കൂടി ആണ്. കേട്ടോ?
കാര്യമൊന്നുമില്ല കുട്ടിയോട് ഭർത്താവില്ലാതെ എങ്ങനെ കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ച് ആ മാറ്ററാണ്, ആ വോയിസ് നോട്ടാണിത്, ആ കുട്ടിയുടെ വോയിസ് നോട്ടാണിത്. ഇല്ലാത്ത കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നിങ്ങനെ എന്നോട് നിനക്ക് അറിയിച്ചു തരാടാ, ഞാൻ അറിയിച്ചു തരാം. നിനക്ക് ഭർത്താവില്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നെ ഒന്നുകൂടി വിളി, ബ്ലോക്ക് മാറ്റിയിട്ട് എന്നെ ഒന്നുകൂടി വിളി. ഭർത്താവില്ലെങ്കിൽ എന്താണ് അവിടെ നടക്കുന്നതെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം നിനക്ക് ഞാൻ ഒന്ന്. എന്നോട് മുഖത്ത് അധികാരികൾ ദയവ് ചെയ്ത് ഈ ഒരു വോയിസും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യണം. ഈ ഇത്രയും പെമ്പിള്ളാർ ഈ സ്ഥാപനത്തിനെതിരെയും ഇവനെതിരെയും വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒരിക്കലും ഒരു കള്ളമല്ല. പിന്നെ ഇവൻ പറയുന്ന ലോക കള്ളമാണെന്ന് ഇവന്റെ അടുത്ത് 2 മണിക്കൂർ സംസാരിച്ചപ്പോൾ എനിക്ക് വളരെ വ്യക്തമായ ഒരു കേസാണ്. ഞാൻ സീരിയസ്ലി പറയാം, വളരെ വ്യക്തമായ കേസാണ്. എനിക്ക് ഇവന്റെ അടുത്ത് കേട്ടല്ലോ, ഇത് ഇത്രയും ചെയ്തത് അതുലാണ്, ബാക്കിയുള്ള ഒരൊറ്റ യൂട്യൂബേഴ്സും അല്ല. എന്നിട്ടിപ്പോൾ അതിൽ വന്നിട്ട് ചോദിക്കുകയാണ് അവരുടെ കുടുംബം തകർക്കണോ, ആ കുടുംബത്തെ താറഴിച്ച് ആത്മഹത്യ ചെയ്യിക്കണോ, ആ കുഞ്ഞിൻ്റെ മുഖത്തോട്ട് നോക്കാൻ പറ്റുന്നില്ല, സങ്കടം വരുന്നു, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു നാറിയാണെന്ന് അഖിൽ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഭർത്താവ് അവിടെ ജോലിക്ക് വന്ന ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ട് ഭർത്താവ് ഗൾഫിലാണെന്ന് പറഞ്ഞപ്പോൾ ഭർത്താവ് ഇല്ലാതെ എങ്ങനെ കാര്യങ്ങൾ എന്ന് ചോദിക്കുന്നു. വേറൊരു കുട്ടിയോട് ചോദിച്ച് വീട്ടിൻ്റെ ബാക്കിൽ ഓഫീസിൻ്റെ ബാക്കിൽ മറ്റേ ഷെഡുണ്ട് അങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നു. അങ്ങനെ ഒരു നാറിയാണെന്ന് അതുൽ തന്നെ തെളിവ് സഹിതം അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നിട്ട് ആ നാറിയാണ് വന്നിട്ട് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് അവരെ കുടുംബം തകർത്തിട്ട്. അതിൽ 2-3 ദിവസം കൊണ്ട് വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് കോംപ്രമൈസ്, ഫോണും മൊബൈലും ഫോണും ക്യാഷും മേടിച്ചു കൊടുക്കാം, അങ്ങനെയാണ് കോംപ്രമൈസ്. ഈ പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങ് താത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ ചവിട്ടി നിന്നിട്ടാണ് ഈ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ചിട്ട് ഇത്രയും രോക്ഷം കൊള്ളേണ്ട കാര്യമില്ല അതുലേ. അതിൽ ചെയ്ത വീഡിയോ സമയം പോലെ വന്നിരുന്ന് ബാക്കി പിറകോട്ട് നോക്കിയാൽ മതി. കിടപ്പുണ്ട്, അവിടെ പോയിട്ടില്ല, ഡിലീറ്റ് ചെയ്തിട്ടില്ലല്ലോ. എടുത്തൊന്ന് കണ്ടു നോക്കിയിട്ട് ഒന്ന് ഇപ്പോൾ ഈ 2 ദിവസം ചെയ്ത വീഡിയോയും കൂടി ഒന്ന് എടുത്ത് കാണണം. എന്നിട്ട് അതിൽ തന്നെ ചോദിക്കണം ഞാൻ എന്ത് തേങ്ങയായി കാണിച്ചു വെച്ചേക്കണേന്ന്. ബാക്കിയുള്ള യൂട്യൂബേഴ്സും അരി തന്നെയാണ് തിന്നുന്നത് ചോറാക്കിയിട്ട്, കേട്ടോ. അപ്പം അതിൻ്റെ പഴയ വീഡിയോ കണ്ടിട്ടുള്ള ഒരു വ്യൂവർ എന്നുള്ള രീതിക്ക് പുതിയ വീഡിയോ വന്ന് കാണുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നുന്നൊരു സംശയമാണ് അതിൽ ക്യാഷ് മേടിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ക്യാഷ് മേടിച്ചോന്ന് ഞാൻ പറയുന്നില്ല, ഓക്കെ, നമ്മൾ തെളിവില്ലാതെ കാണാതെ ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അതിൻ്റെ സംസാരം കേൾക്കുമ്പോൾ ആ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ അതിൻ്റെ അവർക്ക് വേണ്ടിയിട്ട് നിന്ന് ഘോരം പ്രസംഗിക്കുന്നത്, അത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഏതൊരു സബ്സ്ക്രൈബർക്ക് പോട്ടെ ആ വീഡിയോ കാണുന്നവർക്കും തോന്നുന്ന ഒരു ന്യായമായിട്ടുള്ള ചോദ്യമാണ്. ആ വീഡിയോ 2 വീഡിയോയും എടുത്തെന്ന് അതിൽ കണ്ടു നോക്കിയിട്ട് അതിൽ ചിന്തിക്കുക അതിൽ തന്നെ അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ടോയെന്ന്.